എഡിറ്റേഴ്സ് ടൈക്കിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സോഷ്യൽ ഗവേഷകനായ ഗോപകുമാർ മുകുന്ദനും മാധ്യമപ്രവർത്തകനായ ശ്രീ ദിവാകരനുമാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് നൂറുകണക്കിന് പേർ മരിച്ചുപോയ, 3000-ലേറെ പേരെ നേരിട്ട് ബാധിച്ച, 47 പേരെ ഇപ്പോഴും കാണാതായ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമലയിൽ സംഭവിച്ച ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെട്ട, കേരളത്തിലെ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ പെടുത്താവുന്ന ഒരു ദുരന്തമാണ്. പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിച്ച ഒരു ദുരന്തം കൂടിയാണ്. ആ ദുരന്തം നടന്നിട്ട് ഇപ്പോൾ 4 മാസം തികയാണ്. പക്ഷേ കേരളത്തിന് അർഹതപ്പെട്ട, അവകാശപ്പെട്ട കേന്ദ്ര സഹായം ഇതുവരെ നൽകാത്തതിൽ കേരളത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയുടെ ആഴം എത്രയാണ്? അല്ല, ഈ അവകാശമാണോ ഔദാര്യമാണോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കേരളത്തിൽ പ്രമുഖമായിട്ടുള്ള ആഖ്യാനം എന്താണെന്നറിയാമോ? യൂണിയൻ സർക്കാർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്നത്, കേരളം എന്നുള്ളത് നിൽക്കട്ടെ, സംസ്ഥാന സർക്കാരുകൾക്ക് ട്രാൻസ്ഫറായി കൊടുക്കുന്ന പണം എന്തോ ഔദാര്യമാണെന്നുള്ളതാണ്. അത് നരേന്ദ്രമോദിയുടെ ഒരു ഒരു കാലം വന്നതോടുകൂടി ഇത് നമ്മളതിനകത്ത് രാഷ്ട്രീയം കൂടെ കാണേണ്ടതുണ്ട്. വല്ലാത്ത ഒരുതരം യൂണിറ്ററി സ്വഭാവം നമ്മളുടെ രാഷ്ട്രീയത്തിന് കൈവരുന്നുണ്ട്, ദേശീയ രാഷ്ട്രീയത്തിന് കൈവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കൊടുക്കുന്നതെല്ലാം ഔദാര്യമാണെന്നുള്ളത് ഇത് നേരത്തെ ഉണ്ട്. യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ട്, കോൺഗ്രസിൻ്റെ കാലത്തുണ്ട്, ഫെഡറലിസത്തെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഔദാര്യത്തിൻ്റെ ആഖ്യാനം എന്ന് പറഞ്ഞാൽ ഈ 1 നേഷൻ 1 വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുതരം ഡൈവേഴ്സിറ്റിയും അംഗീകരിക്കാത്ത രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഈ ഒരു സമീപനം എന്ന് പറയുന്നത്. കേരളത്തോട് സവിശേഷമായിട്ടും ഇത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണല്ലോ ചോദ്യം. അതിൻ്റെ കാരണം വ്യക്തമായി രാഷ്ട്രീയമാണ്. കാരണം RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യശത്രുക്കളിൽ പ്രധാനിയാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത്. ആ ശത്രുത വെച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അത് ദുരന്തമുഖത്തും അത് ചെയ്യുന്നു എന്നുള്ളത് കണ്ടാൽ മതി. അനിതര സാധാരണമായിട്ടുള്ള ഒരു റെസ്ക്യൂ ആൻഡ് റിലീഫ് ഓപ്പറേഷനാണ് നമ്മളവിടെ കണ്ടത്. ഏറ്റവും വലിയ ദുരന്തമാണ് എന്നുള്ളത് പോലെ തന്നെ 30-ാം ദിവസം നമുക്ക് ആളുകളെ ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റാൻ പറ്റുക, അത് ഈ ഒരു മാഗ്നിറ്റ്യൂഡുള്ള ഒരു ദുരന്തത്തിൽ സാധാരണഗതിയിൽ സംഭവിക്കാറില്ലാത്തൊരു കാര്യമാണ്. കേരളത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ്, കേരളത്തിൻ്റെ ഒരു പഴയകാല അനുഭവം നമ്മൾ എല്ലാ കാലത്തും കാണുന്നൊരു സംഗതിയാണ്. ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ മാറ്റാൻ പറ്റാതെ ക്യാമ്പുകളിൽ ജീവിക്കുക എന്ന് പറയുന്ന മനുഷ്യരുടെ ദുരന്തം നമ്മൾ മനസ്സിലാക്കണം. 30-ാം പൊക്കം 29-ാം പൊക്കം മാറ്റി 30-ാം പൊക്കം ആയപ്പോഴത്തേക്ക് നമ്മൾ 870 ഏതാണ്ട് 1000-ഓളം കുടുംബങ്ങളെ, 1000-ഓളം പേരെ വിവിധ വാടകയ്ക്കെടുത്ത വീടുകളിലേക്ക് മാറ്റുകയും അവർക്ക് 6000 രൂപ വെച്ച് മാസം വാടക കൊടുക്കുകയും ചെയ്യുന്ന തരത്തിൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന സാധനത്തിന് തനിതര സാധാരണമായ മികവ് കാണിച്ചൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ കൊണ്ട് പോരാ, അവർക്ക് സ്വന്തം സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് വേണം? ആധുനികമായിട്ടുള്ള ഒരു ധാരണ, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ധാരണ. പണ്ട് ഒരു റിലീഫ് സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ അപ്പോൾ ആശ്വാസം കൊടുക്കുക, കഞ്ഞി വെച്ച് കൊടുക്കുക, ക്യാമ്പിൽ കിടത്തുക, പിറ്റേസം പറഞ്ഞു വിടുക എന്നുള്ളത്. ഇപ്പം അങ്ങനല്ല. വി ഹാവ് ടു ബിൽഡ് ബാക്ക് ബെറ്റർ. നന്നായിട്ട് തിരിച്ചു പിടിക്കണം. അതാണ് ഇത്. നമ്മളത് മാത്രമല്ല, ഈ സെന്തായി ഫ്രെയിംവർക്ക് ഓൺ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്തർദേശീയ പ്രമാണങ്ങളുണ്ട്. ആ അന്തർദേശീയ പ്രമാണങ്ങളെല്ലാം അത് വെച്ചിട്ടാണ് നമ്മുടെ ദുരന്ത നിവാരണ നിയമം ഉണ്ടാകുന്നത്. യൂണിയൻ സർക്കാർ ഇപ്പോൾ എടുക്കുന്നത് ഈ റിലീഫ് സെൻട്രിക്കായിട്ട് നിങ്ങൾക്ക് തരാം, മറിച്ച് നിങ്ങൾക്ക് നഷ്ടം മുഴുവൻ നികത്തി തരാൻ ഞങ്ങൾക്ക് പറ്റൂല. ഇതാണ് നിത്യാനന്ദ റായി KV തോമസിന് അയച്ച കത്തിനകത്തുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ബാധകമാണോ? അല്ല. ആന്ധ്രാപ്രദേശിന് വെള്ളപ്പൊക്കത്തിൻ്റെ അവർ മെമ്മോറാണ്ടം കൊടുക്കേണ്ട തലേ ദിവസം 3500 കോടി രൂപ കൊടുത്തു. അത് കൊടുത്തതിന് ശേഷമാണ് ചന്ദ്രബാബു നായിഡു 3-ാം പൊക്കം ഒരു മെമ്മോറാണ്ടം കൊടുത്ത് ഞങ്ങൾക്ക് ഇത്രയും വരെ ഞങ്ങൾക്ക് 6000 കോടി രൂപ വേണമെന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു 8-ാം തീയതി, 9-ാം തീയതി, 8-ാം തീയതി സന്ദർശിക്കുന്നു, 17-ാം തീയതി നമ്മൾ ഡീറ്റെയിൽഡ് മെമ്മോറാണ്ടം കൊടുക്കുന്നു. അന്ന് 1300 കോടി രൂപ വേണം ബിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മേൽ സാങ്കേതികത്വം പറയുന്നത് കേരളത്തോടുള്ള അവഗണനയാണ്, കേരളത്തോടുള്ള വിരോധമാണ് എന്ന് കരുതേണ്ടി വരും. ആ രാഷ്ട്രീയ വിരോധം കാണിക്കേണ്ട സ്ഥലമാണോ ഈ മാഗ്നിറ്റ്യൂഡുള്ള ദുരന്തം എന്നുള്ളതാണ്. അപ്പോൾ അതിന് രാഷ്ട്രീയമായിട്ട് നേരിടാം. രാഷ്ട്രീയമായി നേരിടുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ നേരിടുക എന്നുള്ളതല്ല. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിനെതിരായിട്ടുള്ള ഒരു വലിയ നിലപാടാണ്. അത്തരമൊരു അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിനെതിരായിട്ടുള്ള ആഖ്യാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നത്. കേരളം മദ്യത്തിൻ്റെ തലസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ കണക്ക് പിന്നെ പ്രശ്നമല്ല. കേരളം ലോട്ടറിയുടെ തലസ്ഥാനമാണ് എന്ന് പറയുക,
അവിടെ കണക്ക് നിങ്ങൾക്ക് പ്രസക്തമല്ല. പക്ഷെ കഞ്ചാവിനും മദ്യത്തിനും ഏറ്റവും കൂടുതൽ ഉള്ള യു പിയിൽ നിന്നൊരു ഒരാൾ വന്നിട്ട് ഇവിടെ ഒരു ആഖ്യാനം നടത്തുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതിന് എത്ര ഹെഡ്ലൈനാണ് കേരളത്തിൽ കിട്ടുന്നത്, എത്ര വാർത്താ പ്രാധാന്യമാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കേരള വിരുദ്ധമായ ഒരു ആഖ്യാനത്തിൻ്റെ ഒരു പരിസരത്തിലകത്ത് നിൽക്കുമ്പോൾ ഇതൊരു അവഗണനയാണ്, ഞങ്ങൾ സമരം ചെയ്യേണ്ട അവകാശമാണ് എന്നത് ഉയർന്നു വരുന്നില്ല എന്നുള്ളിടത്താണ് ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കേണ്ട പാഠമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സാങ്കേതികത്വം പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു അവഗണന നേരിട്ട ഒരു സ്ഥലമല്ല യഥാർത്ഥത്തിൽ കേരളം. ഈ മുണ്ടക്കൈ അല്ലെങ്കിൽ ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയവുമല്ല ഇത്. നമ്മൾ നേരത്തെ 2018-ലും 2019-ലും അതിനു മുമ്പ് നികുതിയുമായി ബന്ധപ്പെട്ട GSTയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അവഗണനയുണ്ട്. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ അമിത്ഷായുടെ ആദ്യ പാർലമെൻറ്റിലെ പ്രസ്താവന എന്ന് പറയുന്നത് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഇതിൻ്റെ ഉത്തരവാദിത്വം പരിപൂർണമായും കേരളത്തിലാണ് എന്ന് പറയുന്ന ഒരു ധ്വനിയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വി മുരളീധരൻ പറയുന്നത് അത് ചെറിയൊരു പ്രദേശത്തിൻ്റെ ഒരു ദുരന്തമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അമിത്ഷാ മുതൽ വി മുരളീധരൻ വരെയുള്ള BJP നേതാക്കന്മാരുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ ഒരു നിലപാടിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ ഉള്ളടക്കം എന്താണ്? ആ രാഷ്ട്രീയ ഉള്ളടക്കം വിശദീകരിക്കാമോ? ഇതിപ്പോൾ കേരളത്തോടുള്ള പ്രശ്നമോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു വയനാട് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശത്ത് ഉള്ള പ്രശ്നമോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള വലിയ ഒരു ദുരന്തത്തിനെ, ഒരു പ്രകൃതി ദുരന്തത്തിനെ അതിജീവിക്കാനായിട്ട് കേരളം നടത്തുന്ന ശ്രമത്തോട് ഉള്ള ഒരു യൂണിയൻ സർക്കാരിന് മുഖം തിരിഞ്ഞൊരു സമീപനം മാത്രമല്ല ഇത് രാഷ്ട്രീയമാണ്. അതിൽ വേറൊരു സംശയവുമില്ലാത്ത വിധത്തിൽ അതിൽ മറ്റ് പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതായത് കേരളത്തിൽ മുഖ്യമന്ത്രി കത്ത് നൽകണം, അതിന് പലതരത്തിലുള്ള ഒരു പ്രൊസീജിയറൽ ഫോർമാലിറ്റികളുണ്ട്. ആദ്യം പറഞ്ഞു കേന്ദ്ര സർക്കാർ നേരിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ വന്നതിന് ശേഷം, സന്ദർശിച്ചതിന് ശേഷം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട കൂടുതൽ പഠനം നടത്തിയതിന് ശേഷം ഇതെല്ലാം ആയിരിക്കും. ഇതൊന്നുമല്ല. ഇത്തരം പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ് എല്ലാം കേരളത്തിന് ചെയ്യേണ്ടി വന്നാലും എത്രമാത്രം നമ്മളത് കൃത്യമായി പാലിച്ചാലും ഇത് കേരളത്തിന് ലഭിക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഒരു സ്റ്റേറ്റിനോട് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയത്തോട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP, കേന്ദ്രം ഭരിക്കുന്ന BJP പുലർത്തി വരുന്നൊരു സമീപനമാണ്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അവർക്ക് ഈ ഫെഡറൽ സംവിധാനത്തോടുള്ള ബഹുമാനക്കുറവ് എന്ന് പറയുന്ന ഒരു ആത്യന്തികമായൊരു പ്രശ്നമുണ്ട്. രണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ BJPക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടുള്ള ദീർഘകാലമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് 2018 ഈ പ്രളയം വന്നപ്പോൾ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഈവൻ കേരളത്തിൽ തന്നെയുള്ള, കേരളത്തിൻ്റെ പുറത്ത് താമസിക്കുന്ന മലയാളികളടക്കമുള്ള BJP ഹാൻഡിലുകൾ ഈ നാട് നശിച്ചു പോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബീഫ് തിന്നുന്ന ആൾക്കാരുടെ നാടാണ്, ഇത് അത്തരത്തിലുള്ള ഒരു ജിഹാദികളുടെ നാടാണ്, അതുകൊണ്ട് ഇത് നശിച്ചു പോയിക്കോട്ടെ എന്ന് പ്രചരണം നടത്തിയിട്ടുള്ള മനുഷ്യരുണ്ട്. കേരളത്തോട് ദീർഘകാലമായിട്ട് നമുക്കറിയാം എത്രമാത്രം കള്ളപ്രചരണങ്ങൾ കേരളത്തിനെതിരെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നമ്മുടെ വാട്സപ്പുകളിൽ, പല ഹാൻഡിലുകളിൽ ഇതിങ്ങനെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ഇതിപ്പോൾ അമിത്ഷാ ഇതേപോലെ പാർലമെൻറ്റിൽ പറയുമ്പോൾ, പാർലമെൻറ്റിൽ യഥാർത്ഥത്തിൽ അന്ന് ഉയർന്നു വന്ന പ്രശ്നം ഒരു രണ്ടാമത്തെ പ്രശ്നം മാത്രമാണ്, അല്ലാതെ അടിസ്ഥാനപരമായ പ്രശ്നം കേരളത്തിന് സഹായം വേണമെന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ പലപ്പോഴും പല ഇതേപോലെ ദുരന്ത നിവാരണ അതോറിറ്റികൾ പലതും ഇതേപോലെ മുന്നറിയിപ്പ് നൽകുന്നതിനൊക്കെ ആയിട്ടുള്ള ചില ഒരു തടസ്സങ്ങൾ വരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ കൊണ്ടുവന്ന കടലാസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലായ്പ്പോഴും കൊടുക്കുന്ന, എല്ലാ മഴക്കാലത്തും കേരളം പോലുള്ള ഒരു പ്രദേശങ്ങളിൽ കൊടുക്കുന്ന ജനറലായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്, അത് വെച്ചിട്ട് കേരളത്തിന് മറ്റേത് ചെയ്തിരുന്നതാണ്, എന്നിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ള തരത്തിലുള്ള പാർലമെൻറ്റിൽ ഇതേപോലെ നമ്മുടെ ഓൺ രേഖകളിൽ നടത്തുന്ന ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തര മന്ത്രി നൽകുന്ന ഉണ്ടായിരുന്നുള്ളൂ. അതെ 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 അത്തരത്തിലുള്ള ഇത് ചെയ്യാനായിട്ടുള്ളൊരു ഒരു കുഴപ്പമില്ല അവർക്ക്, അത് ചെയ്യുന്നതിനോ അത് അതിനെ തുടർന്ന് ചെയ്യുന്നതിനോ. അതിനുശേഷം ഇതേപോലെ നമുക്കറിയാം, അതിനുശേഷമാണ് ഗുജറാത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഗുജറാത്തിൽ ഏതാണ്ട് 3500-4000 കോടി രൂപകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 6000 കോടി രൂപയുടെ ആയിട്ട് പാക്കേജാണ്. ബീഹാറിൽ വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തിന് അല്ലെങ്കിൽ ഇനി നേരിടാനായിട്ടുള്ള ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തി ഇത് കൊടുക്കുന്നു. ആന്ധ്രാപ്രദേശിന് മൊത്തത്തിൽ 15000 കോടി രൂപയുടെ അടുത്തുള്ള പാക്കേജാണ്. അതിൽ പല ഘട്ടങ്ങളായിട്ട് കൊടുത്തു കഴിഞ്ഞു. ത്രിപുരയ്ക്ക് നൽകിയിട്ടുണ്ട്, മറ്റ് പല പ്രദേശങ്ങളിലേക്കും നൽകിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ കാലത്തും
ഇത് കേന്ദ്ര സർക്കാർ അവരുടെ ഡ്യൂട്ടിയായിട്ട് കടമയായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് പാർലമെൻറ്റ് നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ UPA സർക്കാരിൻ്റെ കാലത്തെല്ലാം ഇതേപോലെ വെസ്റ്റ് ബംഗാളിൽ നിന്ന്, അസമിൽ നിന്ന്, ബീഹാറിൽ നിന്ന് പലപ്പോഴും ഇതേപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ആ സമയത്ത് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരാണോ, മറ്റ് സംസ്ഥാന സർക്കാരുകൾ ഭരിക്കുന്നത് മറ്റ് രാഷ്ട്രീയ കക്ഷിയുടെ നേതൃത്വത്തിലാണോ എന്നുള്ളൊരു ചർച്ച അതൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് സംസ്ഥാനങ്ങളുടെ അവകാശമാണ് ഇത് നേരിടുക. അതിനെ ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇപ്പോൾ നമുക്കിത് റിലീഫ് മാത്രമല്ല, റീബിൽഡ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹത്തിൽ. അത് ചെയ്യുക, അത് വളരെ കൃത്യമായിട്ട് ചെയ്ത് അക്കൗണ്ടബിലിറ്റി ഉള്ള രീതിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിന് ഇത് വേണം എന്ന് പറയുന്നത്, സഹായം വേണം എന്ന് പറയുന്നത് തടസ്സപ്പെടുത്തുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, അത് BJPക്ക് ഈ കേരളത്തോട് അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയോടുള്ള ഒരു നിലപാടിൻ്റെ പ്രശ്നമാണ്. അത് എനിക്ക് തോന്നുന്നു അത് ഇനിയും തുടരുക തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇതിനു മുമ്പ് തന്നെ പലപ്പോഴും ഇപ്പോൾ GST വിഹിതം അടക്കമുള്ള കാര്യങ്ങൾ നൽകാനായിട്ട് മടിച്ച് നമുക്ക് കടമെടുപ്പിൻ്റെ അവകാശത്തെ നിഷേധിച്ച് അങ്ങനെ പല തരത്തിൽ കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കുക എന്നുള്ളത് അതിനൊരു ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് അത് വളരെ ക്രൂഷ്യലായിട്ട് ബാധിക്കുന്ന പ്രദേശങ്ങളിലൊന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണെന്നുള്ളതാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഒന്ന് ഈ ഗവർണറെ കൊണ്ട് ചെയ്യിക്കുന്നത് കൂടാതെ അവിടുത്തെ പലപ്പോഴും പലതരത്തിലുള്ള നമ്മുടെ ഒരു ശമ്പളങ്ങൾ മുടങ്ങുന്ന രീതിയിലേക്ക്, നമ്മുടെ ഒരു വികസനത്തിന് സാധ്യത കുറയ്ക്കുന്ന രീതിയിലേക്ക് എല്ലാം ബാധിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ പല ഈ സാമ്പത്തിക ഒരു തരത്തിലുള്ള ഈ സാങ്ഷനുകൾ പോലെ കേരളത്തിന് നേരെ ഒരു ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉപരോധം കേന്ദ്രം നടത്തുന്നതാണ്. അത് ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. അതേസമയത്ത് തന്നെ ഈ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ കാലത്ത്, അതായത് ഈ ജൂലൈ 30-നാണ് ഉരുൾപൊട്ടലുണ്ടായത്. പിറ്റേ ദിവസം മുതൽ വിപുലമായ ഏകോപന സംവിധാനങ്ങളിൽ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ട് തന്നെയാണ് മുണ്ടക്കൈ തുടക്ക സമയത്ത് അതിനെ അതിജീവിക്കാനുള്ള ശ്രമം നടന്നത്. പിന്നീടാണ് പ്രധാനമന്ത്രി വരുന്നു, മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു, വലിയ രൂപത്തിലുള്ള സഹായധനങ്ങൾ പ്രഖ്യാപനം വരുന്നു. അപ്പോഴൊക്കെയും അവരുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് പെട്ടെന്ന് അതിജീവിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഒരു ദുരന്തം വന്നു, അതിൽ നിന്നും മറികടക്കാം അല്ലെങ്കിൽ അത് അതിജീവിക്കാം എന്നുള്ള വലിയൊരു പ്രതീക്ഷയും വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ 4 മാസങ്ങൾ കഴിഞ്ഞ ശേഷവും അവർ ഒരു തരത്തിലും അവരുടെ പുനരധിവാസമോ അതിജീവനമോ സാധ്യമാകാത്ത ഈ ഒരു ഘട്ടത്തിൽ അവരുടെ വിശ്വാസങ്ങളും അവരുടെ പ്രതീക്ഷകളും മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ, അത് മുണ്ടക്കൈ ചുരൽമല നടന്ന പോലത്തെ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്ര സഹായത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് പറയാമോ? ഇല്ല, കേന്ദ്ര സഹായം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡിസാസ്റ്റർ ഫിനാൻസിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ധനകാര്യ കമ്മീഷൻ്റെ പരിഗണനകളിൽ 15ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ പേജുകൾ മാറ്റിവെച്ചിരിക്കുന്ന സംഗതി ഡിസാസ്റ്റർ ഫിനാൻസിങ്ങിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾക്കാണ്, ഡെലിബറേഷൻസിനാണ്. പ്രത്യേകമായിട്ട് 2 or 3 തരത്തിലുള്ള സ്റ്റഡീസ് ഫിനാൻസ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട് വേറെ ഏജൻസികളെ കൊണ്ട്. അപ്പോൾ എന്നിട്ട് ഈ പണം സംസ്ഥാനങ്ങൾക്ക് എത്ര, കേന്ദ്രത്തിൻ്റെ റെസ്പോൺസ് ഫണ്ടിൽ എത്ര എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുക. അപ്പോൾ 2005 ദുരന്ത നിവാരണ നിയമം ഉണ്ടല്ലോ, അത് പ്രകാരം സംസ്ഥാനങ്ങൾക്കൊരു ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഉണ്ട്, കേന്ദ്രത്തിനൊരു ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഉണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് 75-25 ആണ്. 75 അവർ കൊടുത്തു കഴിഞ്ഞാൽ 25 നമ്മൾ അതിനകത്ത് മാച്ചിങ് ഗ്രാൻഡായിട്ട് വെക്കണം. അതാണ് ഏത് സംസ്ഥാനത്തിൻ്റെതും വരുന്നത്. നമ്മുടേത് ഈ വർഷം എനിക്ക് തോന്നുന്നു 2025 290 കോടി രൂപയോ അങ്ങനെ കണ്ടാണ്. അതാണ് 2 ഗഡുക്കളായിട്ട് 146 വെച്ച് തന്നു എന്നുള്ള ഒരു വരുന്നത്. സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും, പിന്നെ ദേശീയ ദുരന്ത റെസ്പോൺസ് ഫണ്ട് ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഫിനാൻസ് കമ്മീഷൻ സാങ്കേതികമായിട്ട് അതിന് കൊടുത്തിരിക്കുന്ന പേര് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് മാനേജ്മെന്റ് ഫണ്ട് എന്നാണ്. സ്റ്റേറ്റിലതും അങ്ങനെ തന്നെയാണ്. ഇതെന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? ഈ ഫിനാൻസ് കമ്മീഷൻ ഡെലിബറേഷനകത്ത് അതായത് ഈ നിത്യാനന്ദ റായിയുടെ കത്തിനകത്ത് ഒരു വാചകമുണ്ട്. ആ വാചകം പറഞ്ഞത് ഈ ദുരന്ത നിവാരണ നിയമത്തിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഫണ്ടിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം വരുന്ന 12 ദുരന്തങ്ങൾ അത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ അതിന് മുമ്പ് അതിൻ്റെ കൂട്ടത്തിൽ ആ പദപ്രയോഗം ഫിനാൻസ് കമ്മീഷൻ്റെ ആ സെൻറ്റൻസിനകത്ത് തന്നെ അത് തുടങ്ങുന്നത് എങ്ങനെ അറിയോ? By providing
assistance to the disaster financing is the role of the union government, but managing the disaster risk is the state governments എന്നാണ്. അതിൽ ആദ്യത്തെ ഭാഗം എടുത്ത് മാറ്റി. അതാണ് ഫിനാൻസ് കമ്മീഷൻ പറയുന്നത്. പണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ ഫെഡറൽ ഗവൺമെൻറ്റുകളും. എന്നിട്ട് ലോകത്തെ പ്രധാനപ്പെട്ട ഫെഡറൽ ഗവൺമെൻറ്റുകളിൽ ഡിസാസ്റ്റർ ഫിനാൻസിങ് എങ്ങനെയാണ് എന്ന് ഫിനാൻസ് കമ്മീഷൻ ചർച്ച ചെയ്യുന്നുണ്ട്. പണം കൊടുക്കേണ്ടത് അവരാണ്. അപ്പോൾ അതിന് രണ്ട് വിൻഡോസാണുള്ളത്. ഒരു വിൻഡോ എന്താ, യൂഷ്വലി ഒരു കരുതൽ ധനം കൊടുക്കാനായിട്ട് എത്രയാണ്, അതിനൊരു ഡിസാസ്റ്റർ റിസ്ക് ഇൻഡെക്സ് ഒക്കെ ഉണ്ടാക്കും. അതിന് സാങ്കേതികമാണ്. ആ ഡിസാസ്റ്റർ റിസ്ക് ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ട് ഓരോ സംസ്ഥാനത്തിനും ഇത്രയാണെന്നുള്ളത്, നമ്മൾ എത്ര വൾണറബിൾ ആണ്, എത്ര എക്സ്പോസ്ഡ് ആണ് എന്നൊക്കെയുള്ളത് വെച്ചിട്ടാണ്. അങ്ങനെയാണ് നമുക്ക് ഓരോ വർഷവും എത്രയാണെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിനകത്ത് എത്രയുണ്ട്, കേന്ദ്രത്തിൻ്റെ യൂണിയൻ സർക്കാരിൻ്റെ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അതെന്തിനാണ് ചെയ്യുന്നത്, എന്തിനാണ് കൊടുക്കുന്നത്? ഇവിടെ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഫണ്ട് സാധാരണഗതിയിലുള്ള സമയത്ത് ഉപയോഗിക്കാനുള്ള കരുതൽ ഫണ്ട്. അതുകൊണ്ട് പറ്റാത്ത സന്ദർഭം വരുമ്പോൾ, ഇത് പോരാതെ വരുമ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, ടോപ്പപ്പ് ചെയ്യാനും കൊടുക്കാനും ആയിട്ടാണ് ആ ഫണ്ട് വെച്ചിരിക്കുന്നത്. അത് കൊടുക്കുന്നതിന് വേറൊരു മാനദണ്ഡമില്ല. ഇത് കൊടുക്കാനുള്ള മാനദണ്ഡം വെച്ചിട്ട് കൊടുക്കാം. ഇത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാന്നല്ലേ ആന്ധ്രാപ്രദേശിൽ കണ്ടത്, അതല്ലേ ബീഹാറിൽ കണ്ടത്. അപ്പോൾ ഇത് കൊടുക്കുന്നതിന് തടസ്സമില്ല. ഇവിടെ നമുക്ക് സാധാരണഗതിയിൽ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു വീട് നശിച്ചു, ഹില്ലി ഏരിയയിൽ വീട് നശിച്ചാൽ എത്രയാണ് കൊടുക്കാൻ പറ്റുക? 1,30,000 രൂപ. 1,30,000 രൂപ കൊണ്ട് കേരളത്തിൽ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന വീട് എത്രയാണ്? 2ാമത്തെ നില പണിയാൻ പാകത്തിലുള്ള അസ്ഥിവാരത്തോടെ 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മളുടെ BDN റിപ്പോർട്ടിനകത്ത് പറയുന്നത്. അതുണ്ടാക്കി എത്ര രൂപ വേണം? ഏറ്റവും കുറഞ്ഞത് ഭൂമി വില കുറഞ്ഞിട്ട് 10-12 ലക്ഷം റുപ്യ വേണ്ടി വരും ഇല്ലേ? അവിടെയാണ് 1 ലക്ഷം. ഇതിങ്ങനെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ പണം ഈ മാനദണ്ഡ പ്രകാരമുള്ളത് പോരാ, അതിന് വേറെ പണം വേണം. ആ പണം തരണം എന്ന് പറയുന്നത് ആവശ്യമാണ് എന്നുള്ള, ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ക്യാമ്പിൽ കഴിയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ വാടക വീടുകളിൽ കഴിയിക്കേണ്ടി വരും. ഈ ദുരന്തം അവരാരെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ? ഇപ്പം ആദ്യത്തെ ദിവസങ്ങളിലും അമിത്ഷാ പറയാൻ ശ്രമിച്ചൊരു സംഗതി എന്താണ്, അലംഭാവം കൊണ്ടുണ്ടായ ഒരു അപകടമാണ് ഇതെന്നുള്ളതാണ്. ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡിനകത്ത് സാങ്കേതികമായി തന്നെ പരിമിതികളുണ്ട്, ആ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ എന്താണ് നമുക്ക് വാൺ ചെയ്യാൻ പറ്റുക? മഴയുടെ ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് വാൺ ചെയ്യാൻ പറ്റുക. അതെന്തായിരുന്നു? ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് നിങ്ങൾ കരുതിയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നോക്കൂ, 48 മണിക്കൂറിനുള്ളിൽ പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ക്രൗൺ ഏരിയയിൽ 572 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഷിക വർഷപാതത്തിൻ്റെ 1/6. 3000 മില്ലിമീറ്റർ മഴയാണ് സാധാരണഗതിയിൽ നമ്മുടെ ആവറേജ് റെയിൻഫോൾ എന്ന് പറയുന്നത് ഒരു വർഷം. അതിനകത്ത് 48 മണിക്കൂർ കൊണ്ട് 571 മില്ലിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിയോണ്ട് പ്രഡിക്ഷൻ. അതിന് നമുക്ക് സാധ്യതയില്ല. ഇതാണ് മാറിയ കാലഘട്ടത്തിൽ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപ്രവചനാതീതമായിട്ടുള്ള കാലാവസ്ഥ പ്രതിഭാസം എന്ന് പറയുന്നത്. അതുണ്ടാകുന്നു. ഇനി മനുഷ്യരുടെ എന്തെങ്കിലും ആന്ത്രോപ്പജനിക്കായിട്ടുള്ള ഇൻ്റർവെൻഷൻ ഇല്ല. ഇത് എത്ര കിലോമീറ്റർ മേളിലാണിത്? സ്ലോപ്പ് എവിടെയാണ്? ഈ ഹൈറ്റ് വ്യത്യാസം എത്രയുണ്ട്? ഒരു പരിമിതിയുണ്ട്. നമ്മൾ പറയാറില്ലേ, ഒരു നാച്ചുറൽ ഹസാർഡ്, ആ നാച്ചുറൽ ഹസാർഡ് ഒരു ഡിസാസ്റ്ററായി മാറുന്നത് എപ്പോഴാണ്? നമ്മൾ വേണറബിൾ ആകുമ്പോഴാണ്, നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോഴാണ്. നമ്മുടെ മലബാരത്ത് ആളുകൾ താമസമുണ്ടെന്നേ, അല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന മലബാരമല്ല നമ്മുടേത്. അത് ഹിസ്റ്റോറിക്കലാണ്, ചരിത്രപരമാണ്. നമ്മളുടെ മലബാരത്തേക്കുള്ള കുടിയേറ്റം അതെല്ലാം നിങ്ങൾ മലബാരത്ത് മുഴുവൻ കയ്യേറ്റക്കാരാണ് എന്നുള്ള ആക്ഷേപത്തിൻ്റെ ഒരു നരേറ്റീവ് ഉണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾക്ക് ഇതിനെ കാണാൻ കഴിയില്ല. അപ്പം ഇതെല്ലാം ഇതിനിടയിൽ വന്നു. ഈ മലബാരം മുഴുവൻ നിങ്ങൾ കൈയടക്കിയതാണ്, പിടിച്ചാണെന്നുള്ളത്. ഇവിടെ മനുഷ്യരാണ് കൈയടക്കിയത്. പക്ഷെ ഗോവയിൽ നിങ്ങൾ പോയ രത്നഗിരി ജില്ല മുഴുവൻ മൈനിങ് മാഫിയാണ് കൈയടക്കിയത്. പക്ഷെ നിങ്ങളിവിടെ മനുഷ്യന്മാർ കൃഷി ചെയ്ത് വലിയ തോട്ടം തൊഴിലാളികളാണ്, പാവപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ അവരെ അന്തസ്സോടെ കൊണ്ടുവരണം, തിരിച്ച് ജീവിക്കണം. ഇവിടെ ഈ സമൂഹമുണ്ട് എന്ന് നമുക്ക് പറയണം. അതിന് ഉള്ള കണക്കാണ് ഇപ്പോഴത്തെ ഉണ്ടാക്കിയിരിക്കുന്ന 2221 കോടി രൂപ. അതാണ് 141 കോടി രൂപ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെയാണ് നിത്യാനന്ദ റേയുടെ കത്തിനകത്ത് അതിൻ്റെ ഉള്ളടക്കമുള്ളത്. നിങ്ങൾക്ക് സമാശ്വാസം നൽകാം, മറിച്ച് നിങ്ങൾ ബിൽഡ് ബാക്ക് ബെറ്റർ എന്നുള്ള ആഗോള പ്രമാണം നിങ്ങൾ കേരളത്തിന് ബാധകമല്ല, ഞങ്ങൾ തരില്ല എന്നുള്ളത് വെല്ലുവിളിയാണ്, തികഞ്ഞ വെല്ലുവിളിയാണ്. അത് രാഷ്ട്രീയമായിട്ട് നേരിടണം. രാഷ്ട്രീയമായി നേരിടും എന്ന് പറയുമ്പോഴും
നിയമസഭ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ പ്രമേയം പാസ്സാക്കുമ്പോഴും യഥാർത്ഥത്തിൽ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത്ര ക്രൂരമായി അവഗണിക്കുന്ന ഈ ദുരന്തത്തിൽ പോലും അവഗണിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഷേധം അവർക്ക് ലഭിക്കുന്നുണ്ടോ? അതായത് അനർഹമായൊരു പരിഗണന കേരളത്തിൽ BJPക്ക് ലഭിക്കുന്നുണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് പരിപൂർണമായിട്ടും ഇപ്പോഴൊന്നും ആരംഭിച്ചതൊന്നുമല്ല, അത് എത്രയോ കാലമായിട്ട് നടക്കുന്ന കാര്യമാണ്. അത് നൽകുന്നത് ആരാണ്? ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ മീഡിയയുടെ ഒരു സ്വന്തം ആളുകളായിട്ടാണ് BJP ഇവിടെ വളർന്നു വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ടൊരു 8-9 വർഷമായിട്ട്, പിന്നെ 10 വർഷത്തിന് മുകളിലായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല അത് എത്ര മടങ്ങായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ ഒരു കാലത്ത് ഈ പറഞ്ഞ രീതിയിൽ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു പുരോഗമന ആശയങ്ങളുള്ള ന്യൂസ് ഡെസ്കുകൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ശരിക്കും പറഞ്ഞെങ്കിൽ BJPയോട് അവരുടെ രാഷ്ട്രീയ മൂല്യങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം തന്നെ എതിർപ്പുണ്ടായിരുന്നെന്ന് മാത്രമല്ല, ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് ഇപ്പോൾ നേരെ തിരിച്ച് അവർക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ന്യൂസ് ഡെസ്കുകളുമായിട്ട് നമ്മുടെ മീഡിയ മാറിക്കഴിഞ്ഞു. അപ്പം അത് കാരണം തന്നെ ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് നമുക്കൊരു ഒന്നടങ്കമായിട്ട് നമുക്ക് കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്രം നടത്തുന്ന യൂണിയൻ സർക്കാർ നടത്തുന്ന ഈ അവഗണനയ്ക്കെതിരെ നമുക്കൊരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കാത്തത്? അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മീഡിയയുടെ ഒരു സമീപനം മാത്രം. ഇപ്പം നമ്മുടെ നിയമസഭ ഒന്നടങ്കം ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവിടുത്തെ പ്രധാനപ്പെട്ട ഇപ്പോൾ കൽപ്പറ്റയിലെ MLA ആയിട്ടുള്ള T. സിദ്ദിഖ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് എന്ത് എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഇവിടെ പ്രതിപക്ഷത്തെ കോൺഗ്രസ് പോലും ആത്യന്തികമായി ആ നിലപാടിലേക്ക് വരും എന്ന് തോന്നുന്നു. അപ്പം എന്നിട്ടും ഉണ്ടായിട്ടും ഈ പറയുന്ന കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലൊന്നാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ വലിപ്പവും എല്ലാം കുറവാണെങ്കിലും കേരളം വളരെയധികം പരിഗണിക്കപ്പെടുന്ന, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. അത് കാരണം തന്നെ കേരളത്തിലെ പ്രതിപക്ഷവും ഭരിക്കുന്ന ഭരണകക്ഷിയും ഒരുമിച്ച് ചേർന്ന് ഈ അവഗണനയ്ക്കെതിരെ ദേശീയ തലത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതിന് ഒരേ ഒരു തടസ്സം കേരളത്തിലെ മീഡിയയാണ്. കേരളത്തിൽ മീഡിയ യഥാർത്ഥത്തിൽ പ്രത്യേകിച്ചും ഇവിടുത്തെ കോർപ്പറേറ്റ് മറ്റൊരു മെയിൻ സ്ട്രീം മീഡിയ ഇവിടുത്തെ BJPയെ കൂടെ നിൽക്കുകയും BJP സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അല്ല ബാക്കി ഏത് വിഷയത്തിലാണെങ്കിലും ഈ കേരളത്തിനെതിരായിട്ടുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ആൾക്കാരാണ് BJPയുടെ നേതാക്കളായാലും കേന്ദ്രമന്ത്രിമാരായാലും എല്ലാവരും. ഇപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ വയനാട്ടിൽ മോഡി ഷോ നടത്തിയത് തന്നെ. വളരെ ഇതായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ വേണ്ടിയിട്ടുള്ളൊരു ഉള്ളൊരുക്കവും പരിപാടിയും ഒക്കെ നടത്തിയിരുന്നത് ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിലാണ്. മറ്റേ കേന്ദ്രമന്ത്രി എന്താണ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മീഡിയയിൽ എല്ലായിടത്തും വരുന്നതാണ്. ഇവരെല്ലാവരും കൃത്യമായിട്ട് ഇവിടെ കേരളം എന്ന് പറയുന്ന ഒരു ആശയത്തിനെതിരെ, ഒരു വികാരത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാരാണ്. മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, മുൻ കേന്ദ്രമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടതാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഒരു ആവശ്യം ഇവിടേക്ക് എത്തുന്നതിന് ഒരു തടസ്സമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നത് ഈ പറയുന്ന മീഡിയ എടുക്കുന്ന ഒരു തരത്തിലൊരു മുഖംതിരിഞ്ഞ സമീപനമാണ്. പ്രത്യേകിച്ചും ഇവരുടെ ഈ BJPക്ക് കൊടുക്കുന്ന അമിത പ്രാധാന്യം, അവരുടെ ഒരു ഒട്ടും പ്രപ്പോർഷണേറ്റ് അല്ലാത്ത തരത്തിലുള്ള ഒരു പ്രാധാന്യം അവർക്ക് നൽകുക, അവരുടെ നേതാക്കൾക്ക് നൽകുക, അവർ ഈ പറയുന്ന ഇതിനോട് ഒട്ടും അക്കൗണ്ടബിളായിട്ട് അല്ലെങ്കിൽ പെരുമാറാനോ പ്രവർത്തിക്കാനോ അവരെ നിർബന്ധിക്കാതിരിക്കുക, അവർക്ക് എന്തും പറഞ്ഞിട്ട് പോകാവുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറ്റുക. ഇതേപോലെ ഈ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ വലിയ അനീതി മറച്ചു വയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഇത് നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഒരു ശബ്ദത്തിന് അവിടേക്ക് എത്താനായിട്ടുള്ളൊരു വലിയ തടസ്സമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതിലെനിക്ക് യാതൊരു സംശയമില്ല. ശ്രീ ദിവാകരൻ പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് തുകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവിലെ പെരുപ്പിച്ച കണക്ക് എന്ന് പറയുന്ന വലിയ ഹെഡ്ലൈൻ മാതൃഭൂമിയും മനോരമയും അതിന് രാത്രി 24-ഉം റിപ്പോർട്ടറും ഏഷ്യാനെറ്റും ഒക്കെ അടങ്ങുന്ന ആ വാർത്താ സംഘം ഇത് മുണ്ടക്കയും ചൂരൽമലയുടെ ഒപ്പമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ അതേ വാർത്താ സംഘം തന്നെയാണ് ഇങ്ങനൊരു കണക്ക് പുറത്തു വന്നു എന്ന് പറഞ്ഞിട്ട് അതിഭീകരമായിട്ട് കേരളം എന്തോ തെറ്റ് ചെയ്തു എന്ന രൂപത്തിൽ അങ്ങനൊരു ക്യാമ്പയിനിലേക്ക് അവർ പോയത്. യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും മാധ്യമങ്ങൾ അങ്ങനെ ഒരു സമീപനം ആ സമയത്ത് സ്വീകരിച്ചത്? ഇല്ല,
ഇതൊരു ഒരു വലിയ ഒരു ആരോ മാസ്റ്റർ മൈൻഡ് ചെയ്തിട്ടുള്ള സംഗതിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ കേരളത്തിൽ എവിടെ ഈ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, അപ്പോൾ 2018 ഫ്ലഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ അസാധാരണമായിട്ടുള്ള ഐക്യം ഉടലെടുത്ത് വരുന്നുണ്ട് ഇല്ലേ? അസാധാരണമായ ഐക്യം. അതൊരു വലിയ സെക്യുലർ പ്ലാറ്റ്ഫോമാണ്, അത് വലിയൊരു സെക്യുലർ പ്ലാറ്റ്ഫോം. അതിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾക്കൊരു ഡയറ്റിയെ കൊണ്ടുവന്ന് വെച്ച് വിഭജനം ഉണ്ടാക്കി കളയുക എന്നുള്ളതാണ്. മുണ്ടക്കയിൽ നിങ്ങൾ കണ്ടത് എന്താണ്? അസാധാരണമായ ഐക്യമാണ്. ഈ ഐക്യം എന്ന് പറയുന്നത് ഡിവിസീവായിട്ടുള്ള പൊളിറ്റിക്സിന് വളം നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ അത് തകർത്ത് കളയാനുള്ള രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിൻ്റെ 125-ാം വാർഷികമാണ് അടുത്ത വർഷം തുടരാണ്. ആ സെൻറ്റിനറി സമയത്ത് അവർക്ക് അവരുടെ പ്രധാന 2 ശത്രുക്കളെ ഒരു മടയിൽ കിട്ടുന്ന സ്ഥലമാണ് കേരളം, കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ എവിടെയൊക്കെയാണോ ഈ ഐക്യം ഉണ്ടാവുന്നത്, ആ ഐക്യത്തെ തുരങ്കം വയ്ക്കുന്നതിനുള്ള ആയുധങ്ങൾ അവരെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതിന് ടൂളാവുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ആ മെമ്മോറാണ്ടത്തെ സംബന്ധിച്ചുള്ള വാർത്ത. ഞാൻ വിചാരിക്കുന്നില്ല ഇത് എസ്റ്റിമേറ്റ്സ് ആണ് എന്നറിയാത്തവരാണ് അവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ, ആ ഡെസ്കിലുള്ളവർ, അല്ലെങ്കിൽ അത് വാർത്ത വായിക്കുന്നവർ എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് എന്താ പറയുക, നമ്മൾ സാമാന്യ ഭാഷയെ പറഞ്ഞ മൂളയില്ലാത്ത മനുഷ്യരാണോ കേരളത്തിലെ മാധ്യമങ്ങൾ? അങ്ങനെ അല്ല, അങ്ങനെ കരുതേണ്ടത്. സുരേന്ദ്രനോട് പോയി ചോദിക്കുന്നുണ്ട് എസ്റ്റിമേറ്റ് തുകയുടെ പ്രതികരണം ഒന്ന് പറയാമോ? അപ്പോൾ സുരേന്ദ്രൻ നല്ല ആഞ്ഞടിക്കുന്നുണ്ട്. അല്ല, ഞാൻ അത് ചോദിക്കുന്ന ഒരു ലോക്കൽ ഒരു സ്ഥലത്ത് പോയൊരു ഒരു ഫീൽഡ് ലെവൽ റിപ്പോർട്ടറുടെ കാര്യമല്ല, നമ്മുടെ ജൂനിയർ ലെവൽ. ആ പത്രത്തിനകത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്, ഡെസ്ക് എന്ന് പറയുന്നത് ഇത് മനസ്സിലാകാത്തവരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് വാർത്ത വരുന്ന ഒരു രാവിലെയാണല്ലോ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വാർത്ത വന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതി. എന്ന് കഴിഞ്ഞാൽ എന്നെ ആദ്യത്തെ ഞാൻ എടുത്ത റിയാക്ഷൻ, ഇത് ഒരു കാരണവശാലും എക്സ്പെൻഡിച്ചർ അല്ല. എനിക്കതിനകത്ത് സിമ്പിൾ റീസൺ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്നേരം മെമ്മോറാണ്ടത്തിൻ്റെ പൂർണ്ണരൂപം കണ്ടിട്ടില്ല. എനിക്കൊരു സിമ്പിൾ റീസൺ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ സർക്കാർ സംവിധാനത്തിൽ ഈ എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്യാനായിട്ട് ഈ 15 ദിവസം കൊണ്ട് നടക്കത്തില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. സർക്കാർ പ്രവർത്തിച്ച ഒരാളെന്നുള്ളതില്ല. അതുകൊണ്ട് ഞാൻ ഇത് എസ്റ്റിമേറ്റ്സ് ആണ്, ഒരു സംശയമില്ല. ഭയങ്കരമായിട്ട് എൻക്വയറി വന്നു. ബൈ ദ ടൈം ഞാൻ മെമ്മോറാണ്ടം എടുത്തു, വായിച്ചു. എന്താണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ പറയുകയാണ് SDRF മാനദണ്ഡം അനുസരിച്ചിട്ട് ഓരോരോ ഇനത്തിനകത്തും വന്നിട്ടുള്ള കിട്ടാവുന്ന എത്ര, ഇപ്പം അന്ന് റിക്കവർ ചെയ്ത മരണം എത്ര, അതിനകത്ത് ഒരാൾക്ക് കിട്ടാവുന്ന റിലീഫ് കൊടുക്കാവുന്ന തുക എത്ര, അതെത്ര. രണ്ടാമത്തെ കോളം നഷ്ടം എത്ര, ലോസ് ആൻഡ് ഡാമേജസ് അതെത്രയാണ്, അതെത്ര പറയുന്നു. ഇത് രണ്ടും കൂടി ഒരു തുകയല്ല. SDRF-ൽ ക്ലെയിം ചെയ്യാവുന്നത് ആ മാനദണ്ഡ പ്രകാരമേ ഉള്ളൂ, അത് ക്ലെയിം ചെയ്തിരിക്കുന്നു. രണ്ടാമത്തത് നമുക്കുള്ള നഷ്ടം എത്രയാണ് എന്ന് പറയും. മൂന്നാമതൊരു ഐറ്റം, ചില ഇനങ്ങളിൽ SDRF-ൻ്റെ മാനദണ്ഡങ്ങളുടെ അകത്ത് പുറത്താണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഡെബ്രിസ് നീക്കം ചെയ്യുക, അത് ആ മാനദണ്ഡ പ്രകാരം ഇല്ല. അപ്പോൾ അത് ആക്ച്വൽസ് ക്ലെയിം ചെയ്യാം, അതാണ് ഗൈഡ് ലൈൻ. അപ്പോൾ ആക്ച്വൽസ് എത്രയായിരിക്കും എന്നുള്ളത് പറഞ്ഞു. നമ്മൾ ആലോചിക്കേണ്ടത് 17-ാം തീയതി കൊടുക്കണേ, ആഗസ്റ്റ് 17-ാം തീയതി. 30-ാം തീയതി ഉണ്ടായ ദുരന്തത്തിൽ ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ഒരു 6 ദശലക്ഷം ക്യൂബിക് മീറ്റർ ഡെബ്രിസ് ഫ്ലോ ഉണ്ടായ ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തെ സംബന്ധിച്ചുള്ള എസ്റ്റിമേറ്റ്സ് ഉണ്ടാക്കുന്നത് 17-ാം തീയതിയാണ്. 17-ാം തീയതി കൊടുക്കുമ്പോൾ അനുമാന കണക്കുകളാണ് കൊടുക്കാൻ പറ്റുക. അനുമാന കണക്ക്, ബോഡി റിക്കവർ ചെയ്തില്ല, എത്ര ബോഡി നമുക്ക് അടയ്ക്കേണ്ടി വരും എന്ന് നമ്മൾ എങ്ങനെ കൊടുക്കുക? കാണാതായ ആളുകളുടെയൊക്കെ ഒരു പ്രൊപ്പോർഷൻ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മളത് കൊടുക്കുന്നത്. അത് അങ്ങനെ കൊടുക്കുന്നതിൻ്റെ അല്ല, ഇത് ആഘോഷിക്കുന്നത് അറിയാതെയാണ് എന്ന് നമ്മൾ കരുതരുത്. ഇത് അവിടെ ഉയർന്നു വന്ന ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടി ഉടലെടുത്ത വലിയൊരു ആലോചനയുടെ ഭാഗമാണ്. ആ ആലോചനയിൽ ഈ ഫീൽഡ് റിപ്പോർട്ടർ പങ്കാളിയാണെന്ന് പറയുന്നതിനകത്തൊരു അർത്ഥമില്ല. ഫീൽഡ് റിപ്പോർട്ടർ അല്ല അതിൽ പങ്കാളിയാവുന്നത്, അതിനു മുകളിലുള്ള ആലോചനകളുടെ ഫലമാണ്. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. 2018 ഫ്ലഡ് കഴിഞ്ഞപ്പോഴും അതുണ്ടായിട്ടുണ്ട്. അതിവിടെയും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. രാഷ്ട്രീയം മുഖ്യധാര മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച പരിചയമുള്ള ഒരാളാണ്, ഡൽഹിയിലൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരാളെന്ന നിലക്ക് എങ്ങനെയാണ് പിന്നെ ഒരു സംസ്ഥാനത്തിന് അനർഹമായി എന്തെങ്കിലും വേണമെന്ന് മാധ്യമങ്ങൾ ആവശ്യപ്പെടണമെന്നല്ല, എങ്ങനെയാണ് മാധ്യമങ്ങൾ ഒരു സംസ്ഥാനത്തിന് എതിരായിട്ട് ഉള്ള ഒരു നരേറ്റീവിനോടൊപ്പം നിൽക്കുക എന്ന് പറയാം? അത് യഥാർത്ഥത്തിൽ അത് വസ്തുതയാണോ? അതായത് പിന്നെ കേരളം മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല പറയുന്നത്. നേരത്തെ 2018 ദുരന്തമുണ്ടായ സമയത്ത് ഗൾഫിൽ നിന്നുള്ള UAE
നിന്നുള്ള ഫണ്ട് തടസ്സപ്പെട്ടു. അതിനുശേഷം 2019 വലിയ രൂപത്തിലുള്ള ക്യാമ്പയിൻ നടന്നു. ഈ കാലത്തിലൊക്കെയും ഈ ദുരന്ത കാലത്തൊക്കെയും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം കേരളത്തിനെതിരെ നിൽക്കുന്നത് പോലെ തന്നെ മാധ്യമങ്ങളും കേരളത്തിനെതിരെ നിന്നു എന്ന് പറയാൻ പറ്റുമോ? അല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒട്ടാകെ ന്യൂസ് റൂമുകൾക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതൊരു വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്കഷനാണ്. എന്നാലും പക്ഷെ അതിൻ്റെ ഒരു ഭാഗം കേരളത്തിലും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് പലതരത്തിലുള്ള അജണ്ടകൾ ഫോം ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട്, വാർത്തയിൽ വരാതിരിക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. മറ്റു ചിലത് പെരുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എല്ലാം പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് ഇതിൻ്റെ ഒരു സ്വഭാവം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ചാനലുകളുടെ ഒരു സ്വഭാവം മാറിയിട്ടുണ്ട്. എല്ലാം ഷോകളായിട്ട് മാറുകയും എല്ലാം ഒരു വിനോദ പരിപാടി പോലെ ആയല്ലോ വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ചാനലുകളിൽ പണ്ട് വിനോദ പരിപാടികൾ കാണുന്ന ആളുകൾ പലരും ഇപ്പോൾ ന്യൂസ് ചാനലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ സിനിമ പരിപാടികൾ, റിയാലിറ്റി ഷോ ഇതെല്ലാം കണ്ടിരുന്ന ആളുകൾ ന്യൂസ് ചാനലിലേക്ക് നമ്മുടെ പഠനം തന്നെ വന്നിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. അതിന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഒരു തരത്തിലുള്ള ഷോകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വലിയ ഷോകളായിട്ട് മാറുന്നൊരു സമയത്ത് എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും റിയാലിറ്റി ചെക്കൊന്നും നടക്കാതെ ഇത് ചെയ്യുന്നുണ്ട്. അതൊരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ പത്രങ്ങളിൽ സംഭവിക്കുന്നു? പ്രത്യേകിച്ചും ഒരു ദിവസം മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ആ വാർത്ത വൈകുന്നേരം ആകുമ്പോഴേക്കും രാവിലെ തന്നെ ചാനലുകൾ തുടങ്ങുന്നു, ഒരു ചർച്ച തുടങ്ങുന്നു. അതൊരു ഉച്ച കഴിയുമ്പോഴേക്കും അതിന് കറക്റ്റായിട്ടുള്ള കണക്കുകൾ വരുന്നു, ആളുകൾ പറഞ്ഞു തുടങ്ങുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവരൊന്നും പറയാതെ ആ വാർത്തയിൽ നിന്ന് ന്യൂസ് ചാനലുകൾ പിന്മാറുക, അവർ വേറൊരു ചർച്ച കൊടുക്കും. ഈ രാവിലെ നടത്തിയ ചർച്ച എങ്ങനെയാണ് പിറ്റേ ദിവസം പത്രങ്ങളിൽ അച്ചടിച്ച് വരുന്നത്? അതായത് പകൽ തന്നെ ഇല്ലാതായി തീർന്ന വാർത്തയാണ്. ന്യൂസ് ചാനലുകൾ ഇത്തരം ഒരു മത്സരത്തിൻ്റെ പുറകിൽ പോകുന്നതുകൊണ്ടാണെന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വച്ചാൽ തന്നെ എങ്ങനെയാണത് പത്രങ്ങളിൽ വരുന്നത്? അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ചെറിയൊരു പരിപാടിയല്ല. ഇതിലൊരു എന്തോ ഒരു തരത്തിലൊരു നെക്സസോ സംഭവങ്ങളോ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ എന്ന് മാത്രമല്ല, കേരളത്തിന് മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ റെയിൽവേ അവഗണന, അതേപോലെയുള്ള പല സമയത്തും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. UPA സർക്കാരിൻ്റെ കാലത്ത് കണ്ടിട്ടുണ്ട്, അതിന് മുമ്പുള്ള വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് പൊതുവെ സ്റ്റേറ്റ് ഒരുമിച്ച് നിൽക്കും. കാരണം എന്ന് വെച്ചാൽ ഇതൊരു എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണിത്. അപ്പോൾ പത്രങ്ങൾ നിൽക്കും, മീഡിയ നിൽക്കും, എല്ലാവരും നിൽക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കോമൺ ആവശ്യമാണ്, താല്പര്യമാണ്, അതിനു വേണ്ടി നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കാര്യം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായ ഒരു കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേക താല്പര്യങ്ങൾക്കോ വേണ്ടിയല്ല നിലകൊള്ളുന്നത്, മറിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് നിൽക്കുക എന്നുള്ളത് ബേസിക്കായിട്ട് ഒരു മാധ്യമപ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം മനുഷ്യരോടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് ഇവിടെ തടസ്സം നിൽക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നൊരു രീതി കുറച്ച് കാലമായിട്ട് തന്നെ കേരളത്തിൽ തുടർന്ന് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്രത്തിൻ്റെ ക്രൂരമായ അവഗണന തുടരുകയും മാധ്യമങ്ങൾ അതിനെ കാര്യമായ ഒരു പ്രതിഷേധത്തിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുകയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം ആ നിലക്ക് ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയോ ചെയ്താൽ അവരുടെ അതിജീവനം നമ്മുടെ പ്രധാനമാണല്ലോ. ആ അതിജീവനം എങ്ങനെ സാധ്യമാകും എന്നാണ് തോന്നുന്നത്? കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ റീകൺസ്ട്രക്ഷൻ, റീബിൽഡ് അതിന് കണക്കാക്കിയിരിക്കുന്നത് 2200 ചില്ലാനം കോടി രൂപയാണ്. കേരളത്തിന് വലിയ തുകയാണ്, ചെറിയ തുകയല്ല. 2200 കോടി രൂപ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയാണ്. 3 മാസം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാനുള്ള തുകയാണ്. 850 കോടി രൂപ, 900 കോടി രൂപയാണ് നമുക്ക് ഒരു മാസം വേണ്ടി വരുന്നത്. അത് അങ്ങനെ നമുക്ക് വേണ്ടെന്ന് പറയാനുള്ളതല്ല. അതായത് അവർ വെറുതെ തരാൻ വേണ്ടി, അവരുടെ ഔദാര്യത്തിനോ ഭിക്ഷയ്ക്കോ വേണ്ടിയിട്ടല്ല കേരളം ചോദിക്കുന്നത്. കേരളം ചെയ്യുന്നത് എന്താണ്? കേരളത്തിൻ്റെ കാര്യം ഏതൊരു സംസ്ഥാനത്തിലും സെൻട്രൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 3-4 രൂപത്തിലാണ്. 1 നികുതി വിഹിതം, 2 പലതരത്തിലുള്ള ഗ്രാൻറ്റുകൾ, 3 കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ സെൻട്രൽ സെക്ടർ സ്കീമുകളുണ്ട്, അതിൻ്റെ ചെലവും കൂടെ കൂട്ടിക്കോളൂ. വേണ്ട, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ആയിട്ട് കൊടുക്കുന്ന കൂലിയും കൂടെ കൂട്ടിക്കോളൂ. ഞാൻ കൂട്ടി നോക്കിയിട്ടുണ്ട് 2023-24 ഏതാണ്ട് ആക്ച്വൽസ് വെച്ചിട്ട്. അത് കണക്കാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചില രീതികളുണ്ട്. അങ്ങനെ കണക്കാക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബജറ്റ് രേഖകൾ നമുക്ക് കണക്കാക്കാം.
ആ കൊല്ലം നമുക്ക് വന്നിട്ടുണ്ടാവുക ഒരു 30,000-31,000 കോടി രൂപയായിരിക്കും. തൊഴിലുറപ്പിൻ്റെ കൂലി കൂടെ കണക്കാക്കിയാൽ അതെവിടുന്നാണ് നമ്മൾ ചോദിക്കുന്നത്? ഏതാണ് പണം? അത് നമ്മളുടെ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയ പണമാണ് എന്ന് പറയുന്നതിനകത്തൊരു ഫെഡറൽ വിരുദ്ധതയുണ്ട്. പക്ഷേ നമ്മുടെ ഒന്ന് പിരിക്കുന്നതൊന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ വന്നപ്പോൾ ഉദയനിധിമാരൻ പറയുന്നൊരു ഭാഷയുണ്ട് അതിനെക്കുറിച്ച്. ആ ഭാഷയിൽ പറയാമോ എന്ന് എനിക്കറിയത്തില്ല, പൊളിറ്റിക്കലി ചിലപ്പോൾ ശരിയാകത്തില്ലായിരിക്കാം. പക്ഷേ അത് സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിക്കുന്നതാണ്. കേരളത്തിൽ 32,000-33,000 കോടി 2023-24 എത്ര ഇവിടുന്ന് പിരിച്ചിട്ടുണ്ടാവും? ഞാനതാണ് എപ്പോഴും പറയുക. ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ രാഷ്ട്രീയ എന്തെങ്കിലും ചെറിയ ചെറിയ യോഗങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ആളുകളോട് ചോദിക്കുക, പാൻ കാർഡുള്ള എത്ര പേരുണ്ടെന്ന് ചോദിക്കും. സാധാരണ നാട്ടും പുറത്ത് അതിനകത്ത് 60% പേര് കൈവക്കും. ഞാൻ പറയുന്നത് ഇത് അനിതര സാധാരണമാണ്. വേറൊരു നാട്ടിലും പോയി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൻ്റെ വ്യത്യാസം പ്രതിഫലിച്ചത് ആളോഹരി വരുമാനത്തിലാണ്. ആ വരുമാനത്തിന്മേലുള്ള നികുതി സെൻട്രൽ ഡൊമൈനാണ്, യൂണിയൻ ഡൊമൈനാണ്. അവരാണ് പിരിക്കുന്നത്. അങ്ങനെ ഇൻകം ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, ഇപ്പം വിഴിഞ്ഞം എന്ന് പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു വർഷം 10,000 കോടി രൂപ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുപോകും, യൂണിയൻ ഗവൺമെൻറ് കൊണ്ടുപോകും. GST വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് സ്ഥിതി? നിങ്ങൾ ഒരു 18% നിധിയുള്ള സാധനം മേടിച്ചാൽ 9% കേരളത്തിൽ കിട്ടും, 9% അവരും കൊണ്ടുപോകും. അപ്പോൾ കേരളത്തിൻ്റെ GST വരുമാനം കഴിഞ്ഞ വർഷം 35,000 കോടി രൂപയാണ്. എന്താണ് അതിനർത്ഥം? 35,000 കോടി രൂപ GST കൂടെ യൂണിയൻ സർക്കാരും വിരിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. 50-50 അല്ലേ അവർ വിരിച്ചിട്ടുണ്ട്. ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, ഇതിൻ്റെയൊക്കെ അപ്രൂവ്ഡ് കണക്കുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 2023-24 90,000 കോടി രൂപ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം അതിന് 12% ഗ്രോത്താണ് അവർ തന്നെ പ്രതീക്ഷിക്കുന്നത്. 1,00,000 കോടി രൂപ പിരിച്ചെടുത്ത് 35,000 കോടി രൂപ ഇതെല്ലാം കൂടെ തന്നിട്ട് ആ പണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഈക്വിറ്റബിൾ ആയിട്ടുള്ള ഷെയർ, ഫെയർ ഷെയറാണ് നമ്മൾ ചോദിക്കുന്നത്. അത് നമ്മൾ എന്തിനു ഗിവ് അപ്പ് ചെയ്യണം? നമ്മളെന്തിനു വേണ്ടാന്ന് വെക്കണം? അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ എവിടെ നിന്നാണ് പണം ഉണ്ടാക്കുക? പക്ഷേ നമുക്ക് ഇനി എന്ത് വന്നാലും തിരിച്ചു പിടിക്കണം. അത് മറ്റൊരു സംഗതിയാണ്. അവിടെയും ഒരു പ്രശ്നം എന്താണെന്നറിയോ? മനുഷ്യരുടെ കൂട്ടായ്മ എന്നുണ്ടാവണം. അതിന്മേലുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇപ്പം എന്താണെന്നറിയോ? പണം തന്നില്ല എന്ന് നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് നോക്കൂ, അതിൻ്റെ താഴത്ത് നടക്കുന്ന എല്ലാ ചർച്ചകളും എന്താണ്? നിങ്ങൾ പിരിച്ച കാശ് 600 ചില്ലാനും കോടി രൂപ കയ്യിലില്ലേ എന്നുള്ളതാണ്. ആ പണം നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല, ആ പണം നിങ്ങൾ കള്ളത്തരത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന നെഗറ്റീവ് വ്യാപകമാക്കുകയാണ് ചെയ്യുക. എന്ത് പറഞ്ഞാലും പറയും, എറണാകുളം ജില്ലാ കളക്ടറേറ്റ് ഒരു LD ക്ലർക്ക് ഈ കണക്കിൽ തിരിമറി നടത്തിയൊരു കഥ പറഞ്ഞിട്ട് ഈ സാധനത്തിന് അപകടപ്പെടുത്താം. ഇത് നമ്മളാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക. കേരളം പ്രിഷ്യസ് ആയിട്ടുള്ള പണം ഉപയോഗിക്കുന്നത് വളരെ വേസ്റ്റ്ഫുൾ ആയിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്നുള്ള ആഖ്യാനം കൊണ്ടുവരിക. ആ ആഖ്യാനം കൊണ്ടുവന്നിട്ട് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തരത്തിലേക്കാണ് പോവുക. അതിന് കേരളം വഴങ്ങേണ്ടതില്ല. മറ്റേ പണം പിടിച്ചു പിടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് ഒരു വലിയ ഐക്യം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടാവേണ്ടതുണ്ട്. മാധ്യമങ്ങൾ വാസ്തവത്തിൽ എനിക്ക് എന്താ പറയുക, മാതൃഭൂമി 2 എഡിറ്റോറിയൽ എഴുതി, ഇപ്പോൾ മനോരമ ഒരു എഡിറ്റോറിയൽ എഴുതി. ഒരു മാർക്കറ്റ് ഡിഫറൻസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞൊരു 10 കൊല്ലക്കാലത്തെ എനിക്കാണ് ഒരു കുറച്ചു കാലം സർക്കാർ പ്രവർത്തിച്ചൊരു പരിചയം കൂടിയുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ഡിഫറൻസ് ആണത്. സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും നമ്മൾ പലരും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിസം ഉണ്ട്. ആ ആക്ടിവിസത്തിന് ഫലമുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു എഡിറ്റോറിയൽ വരാൻ സാധ്യത വളരെ കുറവാണ് മനോരമയുടെയോ മാതൃഭൂമിയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അത്തരത്തിൽ വലിയ പോരാട്ടം നടക്കേണ്ടതുണ്ട്. മണ്ണിൽ നടക്കണം, ഇത് മാധ്യമത്തിൽ നടക്കണം, എല്ലാം നടക്കണം. അതോടൊപ്പം വലിയ തോതിൽ ഈ പണം സമാഹരിച്ച് നമുക്ക് ഇത് കണ്ടെത്തുകയും വേണം. അപ്പോൾ സാലറി ചലഞ്ച് വന്നാൽ അതിനെ എതിർക്കും. ഈ സാലറി ചലഞ്ച് എന്ന് പറഞ്ഞ സംഗതി ആദ്യം രൂപീകരിച്ചപ്പോഴത്തേക്ക് ഞാനൊരു ചുമതലപ്പെട്ട ഒരാളായിരുന്നു. അത് ഏതെല്ലാം തരത്തിലാണ് അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. ആ സാലറി 2018 ഫ്ലഡിന് ശേഷം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ആലോചിച്ചാൽ ആ പണം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. ആ പണം ഉപയോഗിച്ചത് ഏതെങ്കിലും ഒരു പ്രശ്നം, ഒരു ഗൗരവമുള്ള പ്രശ്നം ആർക്കെങ്കിലും ഇതുവരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയത് ഇല്ല. കേരളം ചില പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ പാൻ ഇന്ത്യൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇക്കാര്യങ്ങൾക്കുള്ള ട്രാൻസ്പെറൻസി സങ്കല്പിക്കാൻ പറ്റത്തില്ല മറ്റൊരു സ്ഥലത്തും. അതുകൊണ്ട് മുന്നോട്ട് പോയാൽ മതിയാവും. ഓരോ ദുരന്തകാലത്തും കേരളത്തെക്കുറിച്ച് സംസാരിക്കും. ആദ്യം സാഹോദര്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് വരുന്നുണ്ടായിരുന്നു, കേരളം പൊളിയല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കേരളത്തിനെതിരെയുള്ള നറേറ്റീവാണ് എല്ലാ കാലത്തും സോഷ്യൽ മീഡിയയിലായാലും പൊതുമാധ്യമങ്ങളിലായാലും മൊത്ത സമൂഹത്തിലാകെയും
ഡൊമിനേറ്റ് ചെയ്യുന്നത് കേരളത്തിനെതിരെയുള്ള നറേറ്റീവിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വീകാര്യത കിട്ടുന്നത്? അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പൊതു സാഹചര്യത്തിൽ നോക്കുന്ന സമയത്ത് കേരളം ഒരു ബദലാണ് എന്നൊക്കെ പറയുമ്പോഴും, കേരളം ഒരു മലയാളിയുടെ കൂട്ടായ്മയും സാഹോദര്യവും സ്നേഹവും എന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും, അതിൽ അഭിമാനബോധം കൊള്ളുമ്പോഴും, കേരളത്തിനെതിരെ വരുന്ന നറേറ്റീവിനെ നമുക്ക് ചെറുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമില്ലേ? അല്ല, അതൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിനെതിരെ അത്തരം ഒരു ചർച്ചയ്ക്ക് അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെടുത്തൊരു കാര്യമാണ്. മറ്റത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കേരളത്തിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഡിസ്കഷൻ, പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിലൊരു ദുരന്തം വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലോ പെട്ടെന്ന് ഒരുമിച്ച് നിൽക്കുന്ന, അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന, വളരെ ഓർഗാനിക് ആയിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. മറ്റത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്കിനെ നേരിടാൻ പാകത്തിൽ നമ്മുടെ സൊസൈറ്റി ഇതായിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അപകടമില്ലാത്ത അല്ലെങ്കിൽ പ്രതിസന്ധി ഇല്ലാത്തൊരു കാലത്ത് കേരളത്തിലെ എല്ലാ മനുഷ്യരും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള വളരെ വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സമയം, എനിക്ക് തോന്നുന്നു ഒരു തരത്തിലൊരു വികസിത സമൂഹത്തിൻ്റെ വേറൊരു ലക്ഷണവും കൂടിയാണത്. അപ്പോൾ അത് ആ രീതിയിലുള്ളൊരു ആളുകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള അസംതൃപ്തികളുണ്ട്, നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് വെച്ചാൽ നമ്മളിപ്പോൾ കേരളത്തിലിപ്പോൾ നമ്മൾ ഞെരുങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും നമുക്ക് ഞെരുങ്ങി ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ല, നമുക്ക് ലഭിക്കാനുള്ള പല നേരത്തെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഏതൊക്കെ തരത്തിലാണ് നമുക്ക് കേന്ദ്രത്തിൽ നിന്നെല്ലാം നമുക്ക് വിഹിതങ്ങൾ ലഭിക്കേണ്ടത്. അത് പലപ്പോഴും ലഭിക്കാതെ വരുമ്പോൾ നമ്മളുടെ മറ്റു ഇപ്പോൾ സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ പല ആവശ്യങ്ങൾ, നമ്മുടെ പല തരത്തിൽ നമ്മൾ ആഘോഷപൂർവ്വം നടത്തേണ്ട പല കാര്യങ്ങളും നമുക്ക് നടത്താൻ പറ്റാത്ത വിധത്തിൽ അതൊക്കെ തന്നെ കഴിയുന്നത്ര ചുരുക്കി. ഇപ്പോൾ നമ്മുടെ IFFK നടത്തുകയാണെങ്കിൽ IFFK വളരെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ നടത്താം എന്നുള്ളത്. എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽസിലൊന്നാണ് കേരളത്തിൻ്റെ IFFK എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 10 മടങ്ങ് ആഘോഷത്തോടുകൂടി ഗംഭീരമായിട്ട് വേണമെങ്കിൽ നമുക്ക് നടത്താവുന്നതാണ്. കേരളത്തിൽ അതിനുള്ള ശേഷിയുണ്ട്, കേരളത്തിൻ്റെ നമുക്ക് നടത്തിയിട്ടുള്ള പാരമ്പര്യമുണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യാനായിട്ട് ഒരു കൈയഴിച്ച് അത്തരം ഒരു കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് സാംസ്കാരിക രംഗത്ത്, കലാരംഗത്തൊക്കെ നമ്മളുടേതായിട്ടുള്ള അത് ചെയ്യാനായിട്ടൊരു ശേഷിക്കുറവ് നമുക്കിപ്പോൾ ഉണ്ട്. കാരണം നമുക്കതിനൊക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കാനുള്ള പണത്തെക്കുറിച്ചിട്ട്, കാരണം നിത്യമായിട്ടുള്ള ആവശ്യങ്ങൾ, വളരെ പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിലൊക്കെ പരാതിയുള്ള മനുഷ്യർ മുതൽ ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ പ്രശ്നമല്ല, അപ്പോൾ അത് കാരണം അതിനുവേണ്ടി അധികം ചിലവഴിക്കേണ്ട എന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. മറിച്ച് ഇതിനാണ് ചിലവഴിക്കുന്നത്. അത്തരത്തിൽ എല്ലാവർക്കും ഇതേപോലെ എല്ലാവർക്കും പാൻ കാർഡ് ഉണ്ടെന്നുള്ളതുപോലെ എല്ലാവർക്കും അഭിപ്രായമുള്ളൊരു നാടാണ്. അപ്പോൾ അത് കാരണം തന്നെ ഈ പറയുന്ന പല കാര്യങ്ങളോട് യോജിക്കാൻ പറ്റുന്ന പല മനുഷ്യരും നമുക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പല എതിരഭിപ്രായങ്ങൾക്കും പലപ്പോഴും ഒരു താല്പര്യങ്ങൾ കിട്ടും. പിന്നെ തമിഴ്നാട് പോലെ ഒന്നും നമുക്കൊരു ഉപദേശീയ വികാരം അങ്ങനെ വലുതായിട്ടില്ലാത്തൊരു നാടുമാണ്. നമുക്ക് മലയാളി എന്ന് പറയുന്ന ഒരു വലിയ അഭിമാന ബോധമൊന്നും, നമ്മൾ കുറച്ച് സിനിക്കലായിട്ട് സ്വയം കളിയാക്കിയും ഒക്കെ പറയുന്ന ആളുകളാണ്. മല്ലു എന്ന് പുറത്തുനിന്ന് ആൾക്കാർ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ മലയാളികൾ പരസ്പരം വിളിക്കുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ കുറച്ചൊരു സിനിക്കലായിട്ടുള്ള അതെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള തോന്നൽ. പക്ഷേ ഇത് എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതില്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട ഒരു കാര്യമാണ് ഇത്. നമ്മൾ ചോദിക്കുന്നത് കേന്ദ്രത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതോ ഒക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്രത്തിന് ഉള്ള പൊതുവെ ഈ ഫണ്ടുകൾക്കൊക്കെ ഉള്ളതിനെ അപേക്ഷിച്ച് വളരെ ചെറിയ തുകയാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു വലിയ പ്രകൃതി ദുരന്തമുള്ള സമയത്ത് ബംഗാൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം ആവശ്യപ്പെട്ടത് 1,00,000 കോടി രൂപയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പ്രൊജക്റ്റ്, 5 വർഷത്തേക്കുള്ള ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ബംഗാൾ ആവശ്യപ്പെട്ടത്. അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയൊരു തുകയാണ് കേന്ദ്രത്തോട് ചോദിക്കുന്നത്. അതേസമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു അതൊരു വലിയ തുകയുമാണ്. അത് നമുക്ക് കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു സമയത്ത് ഓരോ തവണയും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ടി വരിക, നമ്മളുടെ ഒരു അവസാനത്തെ ശ്വാസം വരെ നമ്മുടെ നിലനിൽപ്പിന് നമ്മൾ പൊരുതേണ്ടി ഒരവസ്ഥയിലേക്കാണ് ഓരോ കാര്യത്തിനും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിക്കണമെങ്കിൽ അതിനൊരു രാഷ്ട്രീയ പരിഹാരം വേണം. ആ രാഷ്ട്രീയ പരിഹാരത്തിന് ജനങ്ങൾ മുന്നോട്ട് വരണം. ഇവിടുത്തെ ഓരോ BJPക്കാരും അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിനെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തരും ഇതിന് അക്കൗണ്ടബിളായിട്ട് മാറിയാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. രാഷ്ട്രീയ പരിഹാരം സാധ്യമാണോ? അല്ല, ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരു 12-13% വോട്ടാണ്
BJPക്ക് സ്റ്റേബിളായിട്ട് കിട്ടുക. ബാക്കിയുള്ളതൊക്കെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. പല കാരണങ്ങളും ഉണ്ടാവും അതിനകത്ത്. പക്ഷെ ഒരു 13% വോട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിനകത്തുള്ള ആളുകളുണ്ട്. ആ ആളുകൾ അവർ പറയണം, ഞങ്ങൾ ഇവിടുത്തെ BJPക്കാരാണ്, കേരളീയരാണ്, മലയാളികളാണ്, അവർക്ക് ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കുള്ള പണം തരാനായിട്ട് യൂണിയൻ സർക്കാർ ബാധ്യതയുണ്ട് എന്ന് പറയണം. ഞാൻ പറഞ്ഞത് അവിടെ യൂണിയൻ സർക്കാർ BJP തന്നെ നിൽക്കുക, ഇവരിങ്ങനെ ചോദിക്കുക എന്നുള്ളതൊന്നുമല്ല. മറിച്ച് ഇത് കേരളത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് മാറാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എനിക്ക് എൻ്റെ അനുഭവത്തിലും ഓർമ്മയിലും ഈ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളുടെ അകത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ ധനസംബന്ധമായിട്ടുള്ള സംഗതികളുടെ പ്രധാന ചർച്ച എൻ്റെ ഓർമ്മയിലുള്ളത് CD റേഷ്യോയെക്കുറിച്ചുള്ള ചർച്ചയാണ്, ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോയെക്കുറിച്ചുള്ള. ഇതിനേക്കാൾ എത്രയോ വലുതായിട്ടാണ് ബാങ്കുകൾ വായ്പ തരാത്തതിനെ കേരളം ചർച്ച ചെയ്തത് എന്ന് ഓർമ്മയുണ്ട്. നമുക്ക് 100 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ കിട്ടുന്ന 30 രൂപ നമുക്ക് വായ്പയായിട്ട് കിട്ടുന്നുള്ളൂ. ബാങ്കുകൾ വായ്പ തരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നത്തെ വലിയൊരു ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്ര ഡിബേറ്റ് തന്നെ CD റേഷ്യോയെക്കുറിച്ചിട്ടാണ്. വലിയ അവഗണനയാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോഴത്തെ ഈ വിവേചനത്തിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാനുള്ള ഒരൊറ്റ കണക്കാണ്. എന്താണെന്നറിയോ, എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ വരുമാനത്തിനകത്ത് 2 ഘടകങ്ങളുണ്ട്. ഓൺ ടാക്സ് റവന്യൂ, അല്ലെങ്കിൽ ഓൺ റവന്യൂ, അവർ തന്നെത്താൻ ഉണ്ടാക്കുന്ന റവന്യൂ, സെൻട്രൽ യൂണിയൻ ട്രാൻസ്ഫർ. ഇവ തമ്മിലുള്ള അനുപാതം അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ 55-45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലേന്ത്യ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടെ എടുത്താൽ 55 രൂപ അവരെ ഉണ്ടാക്കുന്നത്, 45 രൂപ യൂണിയൻ. ഇത് ആവറേജാണ്. എന്നാൽ UPക്ക് 65-35 65 സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ ട്രാൻസ്ഫറാണ്. ബീഹാറിന് 75-25 75 അവർ ട്രാൻസ്ഫർ കൊടുക്കുക, 25 മാത്രമേ അവരുടെ ഓൺ റവന്യൂ ഉള്ളൂ. നമുക്ക് ബീഹാറിൻ്റെയും UPയുടെയും വേണ്ട, ഗുജറാത്തിൻ്റെയും വേണ്ട, ബംഗാളിൻ്റെയും വേണ്ട, ആവറേജ് കിട്ടണം. പക്ഷെ നമുക്ക് എത്രയാ 2023-24 82-18 നമ്മുടെ ഓൺ ടാക്സ് റവന്യൂ, ഓൺ റിസോഴ്സ് റവന്യൂ എന്ന് പറയുന്നത് 82%, 18% യൂണിയൻ ട്രാൻസ്ഫർ വരും. എന്ന് പറഞ്ഞാൽ കേരളത്തിന് നമുക്ക് സങ്കല്പിക്കാനാവാത്തത്ര ധനവിവേചനമാണ് കേരളത്തോട് കാണിക്കുന്നത്. അത് നികുതി വിഹിതമായിട്ടാണെങ്കിലും ഗ്രാൻറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ നെല്ല് സംഭരണം എന്ന് പറയുന്നൊരു സംഗതിക്ക് കേരളത്തിൽ ആ നരേറ്റീവ് ടിപ്പിക്കൽ സംഗതിയാണ്. അന്ന് ഈ സുരേഷ് ഗോപി, പിന്നെ ജോർജ് കുര്യൻ, പിന്നെ വേറെ കുറച്ച് അവരൊക്കെ സെലിബ്രിറ്റീസ് ആണല്ലോ. ആ സെലിബ്രിറ്റീസ് എല്ലാം കൂടെ പറഞ്ഞ് ഉയർത്തിയൊരു വാദമുണ്ട്, വായ്പ എടുത്താണോ നെല്ല് മേടിച്ചതിൻ്റെ കാശ് കൊടുക്കുന്നത് എന്നുള്ളത്. ഏത് കാശാണെന്നറിയോ? ഒരു സെൻട്രൽ സ്കീമിനകത്തുള്ള പണം അവർ സമയത്ത് കൊടുക്കുന്നില്ല. ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു വായ്പ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ പലിശ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു. അതിനെക്കുറിച്ചുള്ള നരേറ്റീവാണ് നിങ്ങൾ വായ്പ വാങ്ങിയിട്ടാണ് കൊടുക്കുന്നത്, നെല്ലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാശ് കൊടുക്കണ്ടേ എന്നുള്ളതാണ്. ഇതല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു വാർത്ത. അപ്പോൾ ഇത് ഞാനെന്താണ് പറഞ്ഞത്, ജെന്യുവിനായിട്ട് ഈ ഒരു ഡെലിബറേഷൻ നടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ കൂടുതൽ പറഞ്ഞുകൊണ്ടല്ലാതെ, കൂടുതൽ എതിർത്തുകൊണ്ടല്ലാതെ, കൂടുതൽ എക്സ്പോസ് ചെയ്തുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ ടഫ് ടൈമാണ് കേരളത്തിന്, വളരെ ടഫ് ടൈമാണ്. ഇപ്പം ദേശീയ പാതയ്ക്ക് സ്ഥലമെടുക്കണമെങ്കിൽ നിങ്ങൾ 25,000 കോടി രൂപ വേണമെന്ന് കേരളത്തോട് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അപ്പം നമ്മളുടെ വില കൂടുതലാണ്. എന്താ വില കൂടാൻ കാരണം? 1.2% മാത്രമുള്ള ഭൂപ്രദേശത്തിൽ 2.8% മനുഷ്യർ ജീവിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഇൻസെൻറ്റിവൈസ് ചെയ്യാണ് വേണ്ടത്. ഈ കുഞ്ഞു സ്ഥലത്ത്, പടവലിങ്ങ പോലത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇത്ര ആളുകളെ ഏതാണ്ട് സാമാന്യം ഭേദപ്പെട്ട തരത്തിൽ കൊണ്ടുപോകുന്നു പട്ടിണി ഇല്ലാതെ. അത് 0.05% മാത്രമേ ദാരിദ്ര്യമുള്ളൂ. നമ്മൾ ഇൻസെൻറ്റിവൈസ് ചെയ്യണ്ടേ? അതിന് പേര് ശിക്ഷിക്കാൻ വന്നാലോ? അതാണ് നടക്കുന്നത്. കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ളതല്ല, കേരളം കൂടിയുള്ളതാണ് ഇന്ത്യ എന്ന് നമുക്ക് ആവർത്തിച്ച് പറയാം. ഈ സബ് നാഷണലിസത്തിന്റെ കാര്യത്തിനകത്ത് നമുക്കൊരു ഭയമുണ്ട്, ഒരു ഉപദേശീയതയെ കുറിച്ചൊരു ഭയമുണ്ട് കേരള മലയാളിക്ക്. അതിനകത്ത് കുറച്ച് സംഗതിയുണ്ട്. പക്ഷെ ഉപദേശീയത എന്ന് പറയുന്ന സംഗതി ഒരു വിഭജനവാദം എന്നുള്ളതല്ല, അല്ലാതെ തന്നെ ഒരു സബ് നാഷണലിസം ഉണ്ട്. ആ സബ് നാഷണലിസം എന്ന് പറയുന്നത് ഞാനൊരു വ്യക്തിപരമായിട്ട് അനുഭവം പറയാം. ഒരു ഇലക്ഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഒരാളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, കേരളത്തിനായി ഒരു ഉറച്ച ശബ്ദം എന്നൊരു ടാഗ് ലൈൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു.
ബട്ട് അത് പെട്ടെന്ന് അത് ഒരു പ്രത്യേക ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എന്താന്ന് പറഞ്ഞു. കാരണം എന്നറിയോ, ഈ സബ് നാഷണലിസത്തെ നമ്മൾ ഭയങ്കരമായിട്ട് പൊക്കുകയാണെന്നുള്ള ഭയമാണ്. ആ ഭയം നമുക്ക് ഇതിനെ എങ്ങനെയാണ് എൻഗേജ് ചെയ്യാൻ പറ്റുക? വാസ്തവത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് സാർവദേശീയതയേ ഉള്ളൂ ഒരർത്ഥത്തിൽ. പക്ഷെ സാർവദേശീയയുടെ അകത്ത് നാഷണലിസം, സബ് നാഷണലിസം ഇതിനെ എൻഗേജ് ചെയ്യുന്ന വളരെ ട്രിക്കി ഒരു ബിസിനസ്സാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുമ്പിലുള്ള സാധനം. അത് ബാക്കിയുള്ള RSSകാരുണ്ടാവേണ്ടതില്ല. അവർക്ക് ആകെ ഉള്ളത് എന്താണ്? വളരെ നാരോ ആയിട്ടുള്ള നാഷണലിസമാണ്. മറ്റതില്ല. കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇതല്ല. സാർവദേശീയയുടെ അകത്ത് ഈ നാഷണലിസത്തിനകത്ത് എൻഗേജ് ചെയ്യണം, അതിനകത്ത് സബ് നാഷണലിസം എൻഗേജ് ചെയ്യണം. അങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടല്ലാതെ കേരളത്തെ പ്രശ്നത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന ആളാണ്. അതായത് അന്ന് മുണ്ടക്കൈ ദുരന്തം നടക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണോ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും ഒക്കെ അപ്പുറത്ത് പിന്നെ വലിയൊരു സാഹചര്യം രൂപപ്പെട്ടത്, ആ സാഹചര്യം വീണ്ടും നമ്മൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയേണ്ട ഒരു കാലമാണെന്നല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട്, സാമ്പത്തികമായിട്ട് മാത്രമല്ല, രാഷ്ട്രീയമായും വളരെ പ്രധാനമാണ്. കാരണം ഐക്യത്തെ തകർക്കുക എന്നുള്ളൊരു വലിയ അജണ്ട ഉണ്ട്, ഇതിൻ്റെ പിന്നിലുണ്ട്.